നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. നിരവധി ചെറുനഗരങ്ങളെ ഉൾക്കൊള്ളുന്ന മഹാനഗരം അതാണ് ഡൽഹി. ഇന്ത്യയിലെ ഏക നഗര സംസ്ഥാനം ഡൽഹിയെ നഗരങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നു. വിസ്തൃതിയുടെ കാര്യത്തിലും ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ്. യമുനാ നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. 1991 69-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന പ്രത്യേക പദവി ഡൽഹിക്ക് ലഭിച്ചത്. പാണ്ഡവരുടെ തലസ്ഥാനമായിരുന്ന ഇന്ദ്രപ്രസ്ഥമാണ് ഇന്നത്തെ ഡൽഹി എന്നാണ് ചരിത്രം. ഇന്ദ്രപ്രസ്ഥം ദേവശില്പിയായ വിശ്വകർമാവ് പണികഴിപ്പിച്ചതാണ്. നിരവധി രാജവംശങ്ങളുടെ ആസ്ഥാനമായിരുന്നു ഡൽഹി. ഇതിനു കാരണം രാജ്യത്തിൻ്റെ നിർണായക സ്ഥാനത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. മൗര്യ, തോമാര, ചൗഹാൻ എന്നീ രാജവംശങ്ങൾ ആദ്യകാലത്ത് ഡൽഹി ഭരിച്ചു. അടിമ രാജവംശ സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപകൻ. കുത്തബ് മിനാർ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. തുടർന്ന് ഖിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധി എന്നീ പ്രമുഖ രാജവംശങ്ങൾ ഡൽഹിയെ മാറി മാറി ഭരിച്ചു. 1526 സഹറുദ്ദീൻ ബാബർ മുഗൾ സാമ്രാജ്യത്തിന് തറക്കല്ലിട്ടതോടെ ഡൽഹിയുടെ ചരിത്രത്തിൽ 300 വർഷം നീണ്ട ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയായി. ഹുമയൂണിൻ്റെ പുത്രനായ അക്ബറിൻ്റെ മകനായ ഷാജഹാൻ തൻ്റെ പേരിനോട് ചേർന്ന് ഷാജഹാനാസ്ബാദ്, പുരാതന ദില്ലി എന്നൊരു പട്ടണവും ചുവപ്പ് കോട്ടയും ജുമാ മസ്ജിദും ഡൽഹിയിൽ പണിതു. മനോഹര നഗരമായി ഡൽഹി മാറിയതോടെ ഗുജറാത്ത്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് എഴുത്തുകാരും ചിന്തകരും കച്ചവടക്കാരും ഡൽഹിയിലേക്ക് ഒഴുകിത്തുടങ്ങി. 1911 ബ്രിട്ടീഷുകാർ ഡൽഹിയെ ഇന്ത്യയുടെ ഔദ്യോഗിക തലസ്ഥാനമാക്കി മാറ്റി. അങ്ങനെ ആധുനിക ചരിത്രത്തിലും ഡൽഹി സ്ഥാനം നേടി. ഹെർബർട്ട് ബേക്കർ രൂപകൽപ്പന ചെയ്ത പാർലമെൻറ്റ് മന്ദിരവും നഗരത്തിലെ റൈസീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനും ഒക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രതീകമായി ഡൽഹിയിൽ നിലകൊള്ളുന്നു. 1980 ഏഷ്യൻ ഗെയിംസോട് ലോക കായിക ഭൂപടത്തിലും ഡൽഹി സ്ഥാനം പിടിച്ചു. ഡൽഹിയെപ്പറ്റിയുള്ള ഈ ചെറിയ വിവരണം നിർത്തുന്നു. നന്ദി, നമസ്കാരം.